കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാവിലെ സമയത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങളുമായി ഒരു പ്രാവശ്യം കൂടെ ഈ സന്ദേശവുമായി വരുവാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടെ ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെ ഈ സന്ദേശം മറ്റുള്ളവരുടെ അടുക്കൽ എത്തിക്കണം, ഷെയർ ചെയ്യണം എന്നുള്ളത് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ചില ദിവസങ്ങളായി ചിന്തിച്ചു വന്നത് ഇയ്യോബിൻ്റെ പ്രാണസ്നേഹിതരായ 3 പേരെ കുറിച്ചുള്ള പഠനമായിരുന്നു. അതിൽ ഒരാളുടെ പഠനം നമ്മൾ കഴിഞ്ഞു. എലിഫസിൻ്റെ ഇടപെടലും അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഇയ്യോബിനെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കുറ്റപ്പെടുത്തലുകളുമൊക്കെ നമ്മൾ സംസാരിച്ചു. രണ്ടാമതായി നമ്മൾ ബിൽദാദ് എന്ന് പറയുന്ന തൻ്റെ രണ്ടാമത്തെ സ്നേഹിതൻ, ദൈവത്തിനു സ്തോത്രം, അവരെ ഇവർ 3 പേരും സോഫർ 3 പേരും വളരെ പ്രധാനപ്പെട്ടവരാണ്. ഇയ്യോബിൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതന്മാരാണ്. അതുകൊണ്ടാണ് വളരെ ദൂരത്ത് നിന്ന് അവർ 3 പേരും കൂടെ ഒത്തുചേർന്ന് ഇയ്യോബിൻ്റെ അടുക്കിലേക്ക് വന്നു ചേരുവാനിടയായി തീർന്നത്. ഇയ്യോബിനെ കണ്ടിട്ട് അവർ തിരിച്ചറിഞ്ഞില്ല. അവർ ശബ്ദമുയർത്തി കരയുവാൻ തുടങ്ങി. അവരുടെ വസ്ത്രം കീറി പൂഴി വാരി തലയിലിട്ടു. 7 ദിവസം അവർ നിലത്ത് കുത്തിയിരുന്നു, ആരോടും മിണ്ടാതെ. അത്ര ആ ദുഃഖത്തിൻ്റെ കാഠിന്യത അത്ര ഭീകരമായിരുന്നു. ദൈവത്തിനു സ്തോത്രം. അപ്പോൾ ആ 7 ദിവസം അവർ ഇയ്യോബിൻ്റെ ദുഃഖത്തിൽ വളരെ വേദനയോടെ പങ്കുചേർന്നു. അതിനുശേഷമായി അവർ സംസാരിച്ച കാര്യങ്ങളാണ് നമ്മൾ എലിഫസിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. തുടർന്ന് നമ്മൾ ബിൽദാദിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ മുതൽ ചിന്തിക്കുവാനിടയായി തീർന്നത്. ബിൽദാദ് എൻ്റെ ആരോപണങ്ങൾ എന്ന് പറയുന്നത് 3 പേരും ഒരു ചെങ്ങലയിൽ കോർത്തിടാവുന്ന രീതിയിലാണ് 3 പേരും നിൽക്കുന്നത്. 3 പേരുടെ അഭിപ്രായത്തിന് യാതൊരു മാറ്റവും ഇല്ല. ഇയ്യോബിനെ കുടപ്പെടുത്താനൊന്നും വന്നതല്ല, ഇയ്യോബിനെ കുറ്റപ്പെടുത്താൻ വന്നതാണ്. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഈ എരിയുന്ന തീക്കകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ആളി കത്തുക എന്നുള്ളതാണ്. ഒരുവൻ്റെ വേദനയുടെ നടുവിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവനെ വേദനിപ്പിക്കുന്ന വാക്കുകളല്ല പറയേണ്ടത്. നീ വലിയ പുള്ളിയൊക്കെ ആയിരിക്കാം, പക്ഷേ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരെ നിസ്സാരരാക്കി മാറ്റുന്ന ഇടപെടലുണ്ടല്ലോ, അതൊക്കെ എത്ര നീചമാണ്. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കൾക്ക് യോഗ്യമാണ്. ഞാൻ അതിനകത്ത് നിന്ന് പഠിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പരിശുദ്ധാത്മാവ് ഒരാളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവന് എളിയവരെ ആദരിക്കുവാൻ കഴിയത്തുള്ളൂ. മറ്റുള്ളവരുടെ മുമ്പിൽ വിധേയപ്പെടാനും കീഴ്പ്പെടാനും ഒക്കെയുള്ള മനോഭാവം ഉണ്ടാകുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അതെപ്പോഴും മനസ്സിലാക്കണം. ഈ സ്നേഹിതന്മാർ ഇയ്യോബിനെതിരായിട്ട് ആദ്യമൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയ്യോബിനെ കൂട്ടായിട്ട് സപ്പോർട്ടായിട്ട് വളരെ ഗൗരവമായി അവർ കൂട്ടത്തിലിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇയ്യോബിൻ്റെ ഭാര്യ വന്ന് നോക്കിക്കാണും. ആരും ആരോടും മിണ്ടുന്നില്ല. 7 ദിവസം നിലത്ത് കുത്തിയിരുന്നു, ദുഃഖാചരണം നടത്തി. ഇയ്യോബിൻ്റെ മുഖത്തും ശരീരത്തും മുഴുവൻ വ്രണമായിരുന്നു. അവൻ്റെ ത്വക്ക് അഴുകിയിരുന്നു. അത്ര വേദനകരമായ സാഹചര്യങ്ങളിൽ ദൈവം ഇയ്യോബിനെ കുറിച്ച് പറയുന്നു, അവൻ നീതിമാനാണ്. ദൈവം നീതീകരിച്ചവനെ കുറ്റപ്പെടുത്താൻ ആർക്ക് അവകാശമുള്ളത്? ദൈവം നിന്നെ നീതീകരിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചോദിക്കുക, ദൈവം യഹോവയായ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിൽ അയച്ച് പുത്രനായ ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടെ ഒരു നീതീകരണം, ഒരു വിശുദ്ധീകരണം എനിക്കും നിങ്ങൾക്കും ലഭിക്കപ്പെട്ടിട്ടുണ്ടോ? അത് ഞാനും നിങ്ങളും പ്രാപിച്ചവരാണോ? ദൈവം നീതീകരിച്ചവനെ കുറ്റപ്പെടുത്തുന്നവനാ ആരെ കൊണ്ട് പറ്റും? സ്തോത്രം. ഇന്ന് രാവിലെ സമയത്ത് ഞാൻ പറയാം, ദൈവം നിന്നെ നീതീകരിച്ചുവെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ നിന്നെ കുറ്റപ്പെടുത്തുന്നവരെല്ലാം മണ്ടന്മാരും മണ്ടികളുമാണ്. ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ദൈവം നിന്നെ നീതീകരിച്ചുവെന്ന് നിനക്ക് പൂർണ്ണമായ
ഉറപ്പുണ്ടെങ്കിൽ, ബോധ്യമുണ്ടെങ്കിൽ, സ്തോത്രം, ആമീൻ, നിന്നെ കുറ്റപ്പെടുത്തുന്നവരും നിന്നെ അവഹേളിക്കുന്നവരും നിന്നെ മാറ്റി നിർത്തുന്നവരും വേറും മണ്ടന്മാരും മണ്ടികളുമാണ്. കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടെന്നോ, കുറച്ച് പണം ഉണ്ടെന്നോ, കുറച്ച് സൗന്ദര്യം ഉണ്ടെന്നോ, നീ വലിയ അല്ലെങ്കിൽ ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം നിന്നെ നീതീകരിച്ചു. നീ വിദ്യാഭ്യാസമുള്ള ആളല്ലെങ്കിലും ദൈവം നിന്നെ നീതീകരിച്ചോ. നിനക്ക് പണമൊന്നും എടുക്കാനില്ലെങ്കിലും ദൈവം നിന്നെ നീതീകരിച്ചോ. കണ്ടാൽ അത്ര സൗന്ദര്യമൊന്നും ഇല്ലെങ്കിലും ഹല്ലേലൂയ, ദൈവം നിന്നെ നീതീകരിച്ചെങ്കിൽ, ദൈവം നിന്നെ വിശുദ്ധീകരിച്ചെങ്കിൽ, തന്റെ പുത്രനായ ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടെ നിനക്ക് വിമോചനം നൽകിയെങ്കിൽ, സ്തോത്രം, നീ ധൈര്യത്തോടെ നിൽക്കുക. ഹല്ലേലൂയ. ബിൽദാദിനോട് പറ, നീ മോനെ വേറെ പണി നോക്കാൻ പറ. എല്ലാ മേഖലയിലും ഈ ബിൽദാദും ഏലിഫസും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാ മേഖലയിലും, പ്രത്യേകിച്ച് ദൈവസഭയ്ക്കകത്ത് ഇതുപോലെയുള്ള ആളുകൾ ഉണ്ടെന്നുള്ളത് പരമാർത്ഥമായ സത്യ. സ്തോത്രം. എല്ലാ സഭകളിലുമുണ്ട് ബിൽദാദുമാര്, എലിസബത്തുമാര്, ഏലിഫസുമാര്. ഇങ്ങനെയുള്ള ആളുകൾ സഭയ്ക്കകത്ത് കയറിയാൽ അല്ലെങ്കിൽ ഇരുന്നാൽ എപ്പോഴും നമുക്കൊരു വേദനയാണ്. കാരണം അവർക്ക് വേദനിപ്പിക്കുന്ന വാക്കുകളെ പറയാൻ അറിയത്തുള്ളൂ. 7 ദിവസം അവർ മിണ്ടാതിരുന്നു. എന്നിട്ട് അവരിപ്പോൾ പറയുന്നത് എന്നാണെന്നറിയാവോ, ഇനി എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല, മാക്സിമം 7 ദിവസം എന്നെ കൊണ്ട് കഴിയാവുന്നത്രോളം ഞാൻ മിണ്ടാതിരുന്നു. ഇതെല്ലാം കണ്ടും കേട്ടും ഇതെല്ലാം ഇതിൻ്റെ ദുർഗന്ധമെല്ലാം അനുഭവിച്ചു. യോബിന്റെ അടുക്കലല്ലേ ഇരിക്കുന്നത്. വ്രണം ശരീരത്തിലുണ്ടല്ലോ, അസ്വസ്ഥതയുണ്ടല്ലോ. അതുകൊണ്ട് ഈ വ്രണത്തിന്റെ മണമെല്ലാം അനുഭവിച്ച 7 ദിവസം മിണ്ടാതിരുന്നു. ഇനി എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. മനസ്സിലായി ഞാൻ പറഞ്ഞത്? പലരുടെയും വാക്കുകളാണ്. ഞാൻ ഇത്രയും ദിവസമൊക്കെ ഞാൻ പിടിച്ചു നിന്നു, ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇനി ഞാൻ പറയും, ഇനി ഞാൻ സംസാരിക്കും, മുഖത്ത് നോക്കി തന്നെ പറയും. കുഞ്ഞെ, ദൈവം നീതീകരിച്ചവനെ, ദൈവം നീതീകരിച്ചവളെ നിനക്ക് കുറ്റപ്പെടുത്തുവാൻ നിനക്കൊരവകാശവുമില്ല. സ്തോത്രം. യോബ് ദൈവത്തിന്റെ ഭക്തനാണ്. യോബ് ദൈവത്തിന്റെ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവനാണ്. യോബിനെ കുറിച്ച് സാത്താനോട് വളരെ ഗൗരവമായി യഹോവയായ ദൈവം സംസാരിച്ചതാണ്. ഇനി അവനെ ആരിനി ഏത് നിലവാരത്തിൽ സംസാരിച്ചാലും ഒരു ചുക്കുമില്ല. ഇയ്യോബിന്റെ ശരീരം മുഴുവൻ അഴുകി അസ്ഥിയിൽ ശേഷിച്ചാലും ഇയ്യോബിനെ കുറ്റപ്പെടുത്താൻ ഇവിടെ ആരെ കൊണ്ടും പറ്റുകയില്ല. അത് ദൈവത്തിന്റെ നീതിയാണ്. മനസ്സിലായോ? നോക്കുക, ഇവിടെ ബിൽദാദിന്റെ വാക്കുകൾ ഒന്നും, മക്കൾ ശരിയല്ല. അതിൽ നമ്മൾ ചിന്തിച്ചതാ, മക്കള് ശരിയല്ല. 4-ാമത്തെ വന്നിട്ട് മക്കൾ അവനോട് പാപം ചെയ്തെങ്കിൽ അവൻ അവരുടെ അതിക്രമങ്ങൾ കേൾപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ, നിന്റെ മക്കളെ കൊന്നു കളഞ്ഞതിന്റെ കാരണം അവരുടെ അതിക്രമം നിമിത്തമാണ് എന്നാണ് പറയുന്നത്. ആര് പറയുന്നത്? ഇയ്യോബിന്റെ സ്നേഹിതനായ ബിൽദാദ് പറയുന്നത്. അവന്റെ മക്കളെ കൊന്നുകളഞ്ഞത്. സ്തോത്രം. ഏതെല്ലാം കുടുംബങ്ങളിൽ മരണം സംഭവിക്കുന്നുണ്ടല്ലേ? സ്തോത്രം. ചില മരണങ്ങളൊക്കെ നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല. എൻ്റെ പെങ്ങളുടെ മകൻ ബിജിലി, ഞാൻ അവനെ കുറിച്ച് മിക്കവാറും പറയാറുണ്ട്. ഒരു ഉറുമ്പിനെ പോലും നോക്കിക്കാതെ ജീവിച്ചാണ്. അവൻ്റെ മുമ്പിൽ ചെല്ലുന്നവർ അവൻ്റെ ചിരിയുടെ മുമ്പിൽ എന്ത് ചെയ്യും? വിധേയപ്പെടും. അത്ര ചിരിയ. 30-ാമത്തെ വയസ്സിൽ ലോകത്തിൽ നിന്ന് അവൻ മാറ്റപ്പെട്ടു.
ഹല്ലേലൂയ. ഓർത്തു നോക്കി. അപ്പോ ഇവിടെ അവന്റെ കയ്യിലെ കുഴപ്പം കൊണ്ടാണ് അവൻ മരിച്ചതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഓർത്തു നോക്കി, അത് എത്രമാത്രം വേദനകരമായ വാക്കുകളായിരിക്കും അല്ലേ? ഇതാരോടാ പറയുന്നത്? ഇയ്യോബിനോടാ. നിന്റെ സന്തതി, നിന്റെ മക്കളെ മരിച്ചത് അവരുടെ അകൃത്യം കൊണ്ടാണ്. അങ്ങനെ എഴുതിയിരിക്കുന്നത്. അവരുടെ അതിക്രമങ്ങൾ കേൾപ്പിച്ചു കളഞ്ഞു. ഇതുപോലുള്ള വൃത്തികെട്ട കൂട്ടുകാര് നമ്മുടെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന ഇതുപോലുള്ള വൃത്തികെട്ട കൂട്ടുകാരെ നമ്മൾ തിരിച്ചറിയണം. വലിയ പ്രയാസം കേട്ടോ തിരിച്ചറിയാൻ, വലിയ പ്രയാസമാണ് തിരിച്ചറിയാൻ. താമസമെടുക്കും, ചിലപ്പോൾ വർഷങ്ങളെടുക്കും. നമുക്ക് നല്ല ആഹാരം തന്ന് നമ്മളെ മാന്യമായി കൂട്ടിക്കൊണ്ട് നടന്ന് നമ്മുടെ തോളത്ത് തട്ടി നമ്മളല്ലാതെ വേറെ ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞു വരുത്തി അവസാനം ആമേൻ നമ്മളെ കൊണ്ട് ആഴക്കയത്തിൽ വീഴിക്കുന്ന നിലയിലുള്ള ദൈവത്തിന് സ്തോത്രം. ആ പരിപാടി ഉണ്ടല്ലോ, ഇന്ന് അനേക മേഖലയിൽ നടക്കുന്നുണ്ട്. സ്തോത്രം. എനിക്കൊരുപാട് അനുഭവമുണ്ട്. ഞങ്ങളുടെ ഫുൾ ഗോസ്പലിലെ ദാനിയേൽ അയ്യൂർ സാറ് പറയും, നീ ശത്രുക്കളെ സ്നേഹിക്കാൻ പറയും. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു ഉദാഹരണമുണ്ട്. കടിക്കാൻ വരുന്ന പട്ടിക്ക് ഒരു എല്ലിട്ട് കൊടുത്താൽ എല്ല് കടിച്ചോണ്ട് ഈ പട്ടി പൊക്കോളും, നിന്നെ കടിക്കാൻ വരത്തില്ല എന്ന് പറഞ്ഞാൽ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ആഹാരം കൊടുക്കുക. എൻ്റെ പൊന്നോ, എത്ര ആഹാരം കൊടുത്താലും ഞാൻ എൻ്റെ വീട്ടിലൊരു അണ്ണാനെ വളർത്തുന്നുണ്ടായിരുന്നു. വളരെ സ്നേഹിക്കുന്ന, ഉമ്മ വെക്കുന്ന ഒരണ്ണാന്. പക്ഷേ ഒരു ദിവസം എന്ത് ചെയ്തു, അതിനെ ഓമനിച്ചിങ്ങനെ തൂത്തുകൊണ്ടിരിക്കുമ്പം ഒറ്റ കടിയായിരുന്നു. അതിൻ്റെ ആ കീരിപ്പല്ലേ കയ്യിലിറങ്ങി ചോര ചീറ്റി. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ പിന്നെ അതിനെ എന്ത് ചെയ്തു, അഴിച്ചു വിട്ടു. അഴിച്ചു വിട്ടിട്ട് പൂച്ചയതിനെ പിടിച്ചു. പൂച്ചയതിനെ പിടിച്ചപ്പോൾ സങ്കടം വന്നിട്ട് ഞാൻ അതിനെ ചെന്ന് എടുത്തുകൊണ്ട് വന്ന് എന്നെ കൂട്ടിലിട്ടു. പിറ്റേ ദിവസം അത് മരിച്ചുപോയി, ചത്തുപോയി. ഒറ്റ കാരണമേ ഉള്ളൂ, പാല് കൊടുത്ത്, പഴം കൊടുത്ത്, പേരയ്ക്ക കൊടുത്ത് അതിനെ വളർത്തി, അതിനെ ഓമനിച്ച് തലോടി സ്നേഹിച്ചു. പക്ഷെ ഒരു ദിവസം ഒറ്റ കടിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതോടുകൂടെ അതിനെ അഴിച്ചു വിട്ടു, പൂച്ച പിടിച്ച്. നമ്മൾ പലപ്പോഴും ഓർക്കും, നമ്മൾ തീറ്റ കൊടുക്കുന്ന പലരും നമ്മളെ ഉപദ്രവിക്കത്തില്ലെന്ന് നമ്മൾ ഓർക്കും. പക്ഷേ ഇയ്യോബിന്റെ ഏറ്റവും അടുത്ത സ്നേഹിതന്മാർ വന്നിരുന്ന് പറയാ, നിന്റെ സന്തതി മരിക്കാൻ കാരണം അവരുടെ അകൃത്യമാണ്. ദൈവം അവരെ എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. ദൈവം കൊന്നുകളഞ്ഞ ചരിത്രങ്ങൾ പുസ്തകത്തിലുണ്ട്. എന്നാൽ ഇവിടെ നീതിമാനായ, ദൈവഭക്തനായ, നേരുള്ളവനായ ഇയ്യോബിന്റെ മക്കളെ ആമേൻ യഹോവ കൊന്നുകളഞ്ഞു, അവരുടെ അകൃത്യ നിമിത്തം കൊന്നുകളഞ്ഞു എന്ന് പറയുന്ന ബിൽദാദേ, നിനക്ക് അബദ്ധം പറ്റിപ്പോയി. ഇയ്യോബിന്റെ കുഞ്ഞുങ്ങൾ നിത്യതയിലെത്തുകയാണ്. സകല ഇരട്ടിയായി ദൈവം ഇയ്യോബിന് കൊടുക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അവന്റെ സന്തതികളെയും നഷ്ടപ്പെട്ടു പോയ ആമേൻ മക്കൾക്ക് പകരം മക്കളെയും കൊടുത്തു. ഇരട്ടി. ആമേൻ. മക്കൾ ഒരു ഭാഗത്ത് സ്വർഗത്തിലും ഒരു ഭാഗത്ത് ഭൂമിയിലും ദൈവം ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. സ്തോത്രം. ഞാൻ വാക്കുകൾ നീട്ടുന്നില്ല. 11-ാമത്തെ വാക്യം പറയാണ്, 8:11, ചെളിയില്ലാതെ എങ്ങനെ, ചെളിയില്ലാതെ ഞാങ്ങണ വളരുമോ? വെള്ളമില്ലാതെ പൊട്ടപ്പുല്ല് വളരുമോ? എത്ര നല്ല ഡയലോഗാ എന്ന് പറഞ്ഞാൽ, ചെളി ഉള്ളത് കൊണ്ടാണ് ഞാങ്ങണ എന്ത് ചെയ്യുന്നത്? വളരുന്നത്. എന്ന് പറഞ്ഞാൽ നിന്റെ തലമുറ നശിക്കാൻ കാരണം ചെളിയുള്ളത് കൊണ്ടാണ്, കുഴപ്പമുള്ളത് കൊണ്ടാണ്, അപാകതയുള്ളത് കൊണ്ടാണ്.
വാസ്തവത്തിലാണോ? സ്തോത്രം. നിന്നെ ആരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ദൈവത്തിൻ്റെ വചനം നിനക്ക് ജീവൻ നൽകട്ടെ. ആരെങ്കിലും ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ സമയം ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു, ആമീൻ, ആരും ആക്ഷേപിച്ചു കൊള്ളട്ടെ, കുറ്റപ്പെടുത്തിക്കൊള്ളട്ടെ, അവഹേളിച്ചു കൊള്ളട്ടെ, ധൈര്യത്തോടെ ഇരിക്കുക. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവിക പദ്ധതികൾ നീ കാണാൻ പോവുകയാണ്. സ്തോത്രം. തീർച്ചയായും ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോവുകയാണ്. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ പര്യവസാനിപ്പിക്കട്ടെ. ബിൽദാദേ, നിന്റെ വാക്കുകൾ അബദ്ധമാണ്. ചെളിയില്ലാതെയും ഞാങ്ങണ വളരും എന്ന് ആമീൻ ദൈവവചനം പഠിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അത് ചെയ്യാൻ കഴിയും. ചെളിയില്ലാതെ ഞാങ്ങണയെ മുളപ്പിക്കുവാൻ കഴിയും. നിന്റെ ആ കുബുദ്ധിക്ക്, നിന്റെ കുരുട്ടുബുദ്ധിക്ക് നീ പറയുന്നതാണ് ചെളി ഉണ്ടെങ്കിൽ ഞാങ്ങണ. എന്നാൽ ദൈവത്തിന് ചെളിയില്ലാതെയും ഞാങ്ങണ വളർത്താൻ കഴിയുമെന്ന് നീ അറിയണം. സ്തോത്രം. മനസ്സിലായോ? അതിന് ചെളിയുടെ ആവശ്യമൊന്നുമില്ല. ചിലർ ചോദിക്കും, നിനക്ക് ദൈവം നൂലെ കെട്ടി ഇറക്കി തരുമോ? ദൈവത്തിന് നൂല് പോലും വേണ്ട. കാറ്റിനോട് പറഞ്ഞ കാറ്റ് നിന്റെ അടുക്കൽ നിനക്ക് ആവശ്യമുള്ളത് കൊണ്ടേ തരും. സ്തോത്രം. തിരുവെടുത്ത് പറയുകയാണ്, ചെളിയില്ലാതെ ഞാങ്ങണ വളരുമോ? വളരും. നിനക്ക് വളർത്താൻ പറ്റത്തില്ല, എനിക്ക് വളർത്താൻ പറ്റത്തില്ല, നമുക്ക് ആർക്കും ചെളിയില്ലാതെ ഞാങ്ങണയെ വളർത്താൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിന് കഴിയും. മനസ്സിലായോ? നിന്റെ ആ കുരുട്ട് ചോദ്യമുണ്ടല്ലോ ബിൽദാദേ, നിന്റെ ആ കുരുട്ട് ചോദ്യമുണ്ടല്ലോ, ഇയ്യോബിന്റെ മക്കൾക്കിട്ട് അടിക്കുന്നതാന്നുള്ള വിവരം, അല്ലെങ്കിൽ ഇയ്യോബിനിട്ട് അടിക്കുന്നതാന്നുള്ള വിവരം കൃത്യമായിട്ട് നിന്റെ ഈ കുരുട്ടു വാക്കുകളിൽ മനസ്സിലാക്കാനായിട്ട് ഒരു പൊട്ടന് പോലും കഴിയും. സ്തോത്രം. ചെളിയില്ലാതെ ഞാങ്ങണ വളരുമോ? വെള്ളമില്ലാതെ പൊട്ടപ്പുല്ല്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ദൈവമക്കൾ ഭാരപ്പെടരുത്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഭാരപ്പെടരുത്. ദൈവദാസന്മാർ ഭാരപ്പെടരുത്. ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ കൂടെ നീ കടന്നു പോയിട്ട് നിന്നെ ആരെങ്കിലും ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നീ വേദനപ്പെടരുത്. ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവമാണ് നിന്നെ നീതീകരിച്ചത്. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ വിലമേറിയ കരം ചലിക്കണമേ. നീ ഞങ്ങളെ നീതീകരിച്ചു. ആമേൻ. കുറ്റം വിധിക്കുന്നത് ആർ? കർത്താവേ, യോബിന്റെ കുഞ്ഞുങ്ങളുടെ മരണം ആമീൻ അവരുടെ കയ്യിലെ കുഴപ്പം കൊണ്ടാണെന്നുള്ള ബിൽദാദിന്റെ ഈ വാദം പോലെ അനേക ദൈവമക്കളെയും ദൈവദാസന്മാരെയും ആക്ഷേപിക്കുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. കർത്താവേ, അവരുടെ വാദത്തെ നീ കേൾക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി നീ എഴുന്നേൽക്കണമേ. തിരുനാമം മഹത്വമെടുക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഷെയർ ചെയ്യണം.